മഹാറാണി, ഞാൻ ബ്ലൂ ലാൻഡ് കാടിൽ നിന്നാ വരുന്നത്. ഇന്ന് രാവിലെ മുതൽ എന്റെ മകളുടെ ആരോഗ്യം വളരെ മോശമാ. ഹക്കീം കുരങ്ങനാണ് പറഞ്ഞത്. നിങ്ങളുടെ കാട്ടിൽ വളരുന്ന നീലപ്പൂവിന്റെ ചെടി കൊണ്ടുപോകണമെന്ന്. എന്നാലേ അവളുടെ ജീവൻ എനിക്ക് രക്ഷിക്കാൻ പറ്റൂ. ശരി, നിനക്ക് ഞങ്ങളുടെ കാട്ടിൽ നിന്നും ആ ചെടി എടുത്തുകൊണ്ടു പോകാവുന്നതാണ്. ആ ഔഷധ ചെടി കുന്നിൽ മാത്രമേ ലഭിക്കൂ. എന്നാൽ എനിക്ക് നിങ്ങളുടെ കാടിനെ പറ്റി ഒന്നും അറിയില്ല മഹാറാണി. താങ്കൾ കാട്ടിലെ മൃഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയാൽ അവർ എന്നെ ഈ ചെടി കണ്ടുപിടിക്കാൻ സഹായിക്കും. എനിക്കും കാര്യങ്ങൾ എളുപ്പമാകും. നിന്റെ ഒരു മകളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്റെ പ്രജകളെ നിന്റെ ഒപ്പം അയച്ചാൽ ഞങ്ങളുടെ കാട്ടിലെ കാര്യങ്ങളൊന്നും ശരിക്കും നടക്കില്ല. നിങ്ങളുടെ കാട്ടിലെ മൃഗങ്ങൾ ഇവിടെ ഉണ്ടാവേണ്ടത് ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ വലുതാണോ? അതെ, വലുതാണ്. നിനക്ക് ഞങ്ങൾ ആ കുന്നിലേക്ക് പോകാനുള്ള അനുമതി തന്നു കഴിഞ്ഞു. അത് തന്നെ വലിയ കാര്യമാ. ഒരു വൈകുന്നേരം സിംഹരാജാവും സിംഹറാണിയും അവരുടെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടേക്കൊരു മുയൽ വന്നു. ഷേർഖാൻ, എനിക്ക് മോണ്ടുകുരങ്ങനെ കുറിച്ച് ഒരു പരാതി പറയാനുണ്ട്. മോണ്ടുകുരങ്ങൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാനും എന്റെ ഭാര്യയും കൂടെ ക്യാരറ്റ് ഇരുന്ന് കഴിക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് മോണ്ടുകുരങ്ങൻ വന്നു. അവൻ ഞങ്ങളുടെ ക്യാരറ്റ് മോഷ്ടിച്ചു. പിന്നെ മരത്തിൽ കയറി ഞങ്ങൾക്ക് ഒരു ക്യാരറ്റ് പോലും തരാതെ അവൻ മൊത്തം തിന്നു. ഷേർഖാൻ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ തെറ്റ് ഇനി ചെയ്യുകയില്ല. നീ ചെയ്തത് തെറ്റാണ് മോണ്ടുകുരങ്ങേ. ഇന്നു മുതൽ 10 ദിവസത്തേക്ക് നീ ഒറ്റയ്ക്ക് മുയലിനും മുയലിന്റെ ഭാര്യയ്ക്കും വേണ്ടി ക്യാരറ്റ് അന്വേഷിക്കണം. ഇനി ഇവർ വന്ന് അവർക്ക് കൃത്യസമയത്ത് ക്യാരറ്റ് നീ നൽകിയില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് പിന്നെ വധശിക്ഷയായിരിക്കും നൽകുന്നത്. സിംഹരാജാവ് ഇതുപോലെ നീതി പ്രഖ്യാപിച്ചു. എല്ലാ മൃഗങ്ങളും അയാളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഒരിക്കൽ റാണി സിംഹരാജാവിനോട് പറഞ്ഞു, ഷേർഖാൻ, താങ്കൾ എത്ര ന്യായാധിപതിയാണ്, ദയാലുവുമാണ്. എന്നിട്ടും ദൈവം എന്തിനാ നമ്മളെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിരിക്കുന്നത്? മഹാറാണി, ദൈവത്തിന്റെ തീരുമാനങ്ങൾ ദൈവത്തിനെ അറിയൂ. നമുക്ക് രണ്ടുപേർക്കും ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? റാണിയുടെ വിഷമം ദിവസം തോറും കൂടിക്കൊണ്ടേയിരുന്നു. ഷേർഖാനും അതിൽ ദുഃഖിച്ചിരുന്നു. മഹാറാണി, ഞാൻ എന്റെ കുട്ടിക്കാലത്തെ കാടായ സഞ്ജീവനത്തിലേക്ക് പോകുക. എനിക്കുറപ്പുണ്ട് അവിടെ എനിക്ക് ചെന്നായ ബാബയെ കിട്ടും. അദ്ദേഹത്തിന്റെ കയ്യിൽ നമ്മുടെ പ്രശ്നത്തിനുള്ള പരിഹാരം എന്തായാലും കാണും. ഇങ്ങനെ പറഞ്ഞു ഷേർഖാൻ തന്റെ കുട്ടിക്കാലത്തെ കാടായ സഞ്ജയ് വനത്തിലേക്ക് യാത്ര തിരിച്ചു. അതുപോലെ സിംഹറാണിയും കാട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി. ഒരിക്കൽ ഒരു മാൻ അവരുടെ ദർബാറിൽ വന്നു. നീണാൽ വാഴട്ടെ മഹാറാണി. എന്തുപറ്റി? എന്തിനാ പേടിച്ചിരിക്കുന്നത്? മഹാറാണി, ഞാൻ ബ്ലൂ ലാൻഡ് കാടിൽ നിന്നാ വരുന്നത്. ഇന്ന് രാവിലെ മുതൽ എന്റെ മകളുടെ ആരോഗ്യം വളരെ മോശമാ. ഹക്കീം കുരങ്ങനാണ് പറഞ്ഞത്. നിങ്ങളുടെ കാട്ടിൽ വളരുന്ന നീലപ്പൂവിന്റെ ചെടി കൊണ്ടുപോകണമെന്ന്. എന്നാലേ അവളുടെ ജീവൻ എനിക്ക് രക്ഷിക്കാൻ പറ്റൂ. ശരി, നിനക്ക് ഞങ്ങളുടെ കാട്ടിൽ നിന്നും ആ ചെടി എടുത്തുകൊണ്ടു പോകാവുന്നതാണ്. ആ ഔഷധ ചെടി കുന്നിൽ മാത്രമേ ലഭിക്കൂ. എന്നാൽ എനിക്ക് നിങ്ങളുടെ കാടിനെ പറ്റി ഒന്നും അറിയില്ല മഹാറാണി. താങ്കൾ കാട്ടിലെ മൃഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയാൽ അവർ എന്നെ ഈ ചെടി കണ്ടുപിടിക്കാൻ സഹായിക്കും. എനിക്കും കാര്യങ്ങൾ എളുപ്പമാകും. നിന്റെ ഒരു മകളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്റെ പ്രജകളെ നിന്റെ ഒപ്പം അയച്ചാൽ ഞങ്ങളുടെ കാട്ടിലെ കാര്യങ്ങളൊന്നും ശരിക്കും നടക്കില്ല. നിങ്ങളുടെ കാട്ടിലെ മൃഗങ്ങൾ ഇവിടെ ഉണ്ടാവേണ്ടത് ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ വലുതാണോ? അതെ, വലുതാണ്. നിനക്ക് ഞങ്ങൾ ആ കുന്നിലേക്ക് പോകാനുള്ള അനുമതി തന്നു കഴിഞ്ഞു. അത് തന്നെ വലിയ കാര്യമാ. മറുവശത്ത് സിംഹരാജാവും ചെന്നായ് ബാബയുടെ അടുത്തേക്കെത്തി. ഷേർഖാൻ, നീ വളരെ ദയാലുവും ന്യായാധിപതിയുമാണ്. അതുകൊണ്ട് നിന്റെ നേട്ടത്തിനു വേണ്ടി ഞാനൊരു പഴം അവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ നിനക്ക് തരാം. ചെന്നായ ഇലയിൽ വെച്ചിരിക്കുന്ന ഒരു മാമ്പഴത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മാമ്പഴം കൊണ്ടുപോകൂ. ഇത് നിന്റെ റാണിക്കും നൽകൂ. അപ്പോൾ നിങ്ങൾക്ക് പുത്രഭാഗ്യം ലഭിക്കുന്നതാണ്. നന്ദി ചെന്നായ് ബാബി. ഷേർഖാൻ മാമ്പഴവും കൊണ്ട് തന്റെ കാട്ടിലേക്ക് തിരിച്ചു വന്നു. അയാൾ റാണിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മാമ്പഴവും കഴിച്ചു. ദിവസങ്ങൾക്കകം അവൾ ഗർഭിണിയുമായി. ചെന്നായ ബാബ അത്ഭുതം ചെയ്തിരിക്കുന്നു. നമ്മൾ വേഗം തന്നെ അമ്മയും അച്ഛനുമാകും. ദൈവത്തിന്റെ കാരുണ്യം.
നമ്മുടെ പ്രശ്നങ്ങൾ എന്നേക്കുമായി ഇനിയും മാറും. നാളുകൾക്കു ശേഷം അവർക്കൊരു മകനും ജനിച്ചു. കാട്ടിൽ സന്തോഷത്തിന്റെ ഉത്സവം തന്നെ നടന്നു. എന്നാൽ രാത്രി വരെ കുട്ടിയൊന്നും മിണ്ടിയതേയില്ല. ആ സ്ഥലത്ത് നിന്നും എഴുന്നേറ്റതുമില്ല. ഇവനൊന്നും മിണ്ടുന്നേയില്ലല്ലോ. അവർ തന്റെ കാട്ടിലെ വൈദ്യനായ മൂങ്ങയെ വിളിച്ചു. ഈ കുട്ടി വളരെ ബലഹീനനാണ്. ഇവൻ എന്തെങ്കിലും കഴിച്ചാലും കുടിച്ചാലും മാത്രമേ ഈ ബലഹീനത മാറുകയുള്ളൂ. എന്നാൽ അവനവന്റെ വാ പോലും തുറക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഷേർഖാന് വേറെ വഴിയൊന്നുമില്ലാതെ ചെന്നായ ബാബയെ വിളിച്ചു വരുത്തി. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എന്റെ അറിവുകൾ ഒരിക്കലും പ്രവർത്തിക്കാതിരിക്കില്ല. അതുമല്ലാതെ നീ ഒരു ന്യായാധിപതിയുമാണ്. അങ്ങനെയുള്ള നിനക്ക് ഇങ്ങനൊരവസ്ഥ ഒരിക്കലും വരരുതായിരുന്നു. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഒന്ന് നന്നായി ഓർത്തു നോക്കൂ. നിങ്ങൾ തെറ്റായ പ്രവൃത്തികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആർക്കെങ്കിലും ന്യായം നൽകാതിരുന്നിട്ടുണ്ടോ? ആരെങ്കിലും കഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പോൾ പെട്ടെന്ന് റാണിയുടെ ഓർമ്മയിൽ എന്തോ വന്നു. ഒരു മാനിന്റെ മകളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവൾ സഹായം ചോദിച്ചു വന്നിരുന്നു. എന്നാൽ ഞാൻ അവളെ സഹായിച്ചതേയില്ല. നിനക്ക് മറ്റൊരമ്മയുടെ വേദന മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ദൈവം എങ്ങനെ നിന്നെ ഒരു അമ്മയാക്കാൻ വേണ്ടി സഹായിക്കും? എങ്ങനെയാണോ നിന്റെ മകന്റെ അവസ്ഥയോർത്ത് നീ വിഷമിക്കുന്നത്, അതുപോലെ തന്നെയായിരിക്കും ആ പാവവും. നീ അവളെ സഹായിച്ചേ പറ്റൂ. അതെ, ഞാൻ അമ്മയാവാൻ അർഹയല്ല. കാരണം ആ അമ്മയുടെ വേദന ഞാൻ മനസ്സിലാക്കിയില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ പോകുന്നു അവളെ സഹായിക്കാൻ. ഞാൻ അവളുടെ മകളെ രക്ഷിക്കാൻ ഉറപ്പായും അവളെ സഹായിക്കും. ഇങ്ങനെ പറഞ്ഞ സിംഹറാണി തനിയെ കരിങ്കുന്നിലേക്ക് ഓടി. ഞാനും പോകാം. വേണ്ട, അവൾ അത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. റാണി കരിങ്കുന്നിലേക്ക് പോയപ്പോൾ ആ മാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കരിങ്കുന്നിന്റെ വാതിലിനടുത്ത് 2 ചീറ്റയും ഉണ്ടായിരുന്നു. ഞാൻ എന്റെ മകളെ ഇനി എങ്ങനെ രക്ഷിക്കും? ഈ ചീറ്റകൾ എന്നെ അവിടേക്ക് പോകാനേ അനുവദിക്കുന്നില്ല. മാനമ്മേ. മാൻ അപ്പോൾ സിംഹറാണിയെ തന്റെ മുൻപിൽ കണ്ടു ഞെട്ടിത്തെറിച്ചു. എന്നോട് ക്ഷമിക്കണം മാനമ്മേ. ഞാൻ അന്ന് നിങ്ങളെ സഹായിക്കാത്തത് ശരിയായില്ല. എന്നാൽ ഒരു അമ്മയുടെ വേദന എന്താണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവൾ പറയുന്നത് കേട്ടപ്പോൾ മാനമ്മ അമ്പരന്ന് നിൽപ്പായി. എന്റെ കൂടെ വരൂ. അവർ രണ്ടുപേരും കരിങ്കുന്നിന്റെ വാതിലിനടുത്തേക്ക് പോയി. ആ 2 ചീറ്റകളും മാനമ്മയെ കൊതിയൂർന്ന കണ്ണുകളുമായി നോക്കി. കൊള്ളാവല്ലോ, ഒരു മാൻ. ഇതിന്റെ മാംസത്തിന് നല്ല സ്വാദാണ്. വാ, ഇതിനെ നമുക്ക് വേട്ടയാടാം. ഇവളൊരു മാൻ തന്നെയാണ്. എന്നാൽ ഈ മാനിനോടൊപ്പം നിങ്ങളുടെ റാണിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ഇത് കേട്ട് രണ്ടുപേരും സ്തംഭിച്ചു നിന്നു. അയ്യോ അയ്യോ മഹാറാണി, മാപ്പ് തരണേ. വരൂ, എന്തിനാ വന്നത്? ഇവളുടെ മകളുടെ അവസ്ഥ വളരെ മോശമാണ്. അവളെ രക്ഷിക്കാനായി ഞങ്ങൾക്ക് വേഗം തന്നെ നീലപ്പൂവിന്റെ ഔഷധച്ചെടി വേണം. ശരി മഹാറാണി, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ. നമുക്ക് പൂന്തോട്ടത്തിലേക്ക് പോകാം. മാനമ്മയും സിംഹറാണിയും രണ്ടുപേരും ആ ചീറ്റകളോടൊപ്പം കരിങ്കുന്നിലെ പൂന്തോട്ടങ്ങൾക്കിടയിൽ ഔഷധച്ചെടി തിരയാനായി തുടങ്ങി. മണിക്കൂറുകൾ തിരഞ്ഞതിനു ശേഷം നീലപ്പൂവുള്ള ഔഷധച്ചെടി കണ്ടെത്തി. ഇതാണ് ആ ഔഷധം മഹാറാണി. ചീറ്റ ആ ചെടി പിഴുതെടുത്ത് മഹാറാണിക്കും നൽകി. അതിനുശേഷം രണ്ടുപേരും വേഗം ഓടി മാനമ്മയുടെ കാട്ടിലേക്ക് പോയി. മാനമ്മ തന്റെ മകൾക്ക് ഔഷധച്ചെടിയും നൽകി. നിമിഷങ്ങൾക്കുള്ളിൽ അവൾക്ക് ഭേദമായി. എന്റെ മഹാറാണി, താങ്കൾക്ക് വളരെയധികം നന്ദി. താങ്കൾ ഇല്ലായിരുന്നെങ്കിൽ എന്റെ കുട്ടി ഇപ്പോഴും അസുഖത്തിലായിരുന്നേനെ. ദൈവം താങ്കളുടെ മകനെ എന്നേക്കും രക്ഷിക്കട്ടെ. ഇതു കേട്ടപ്പോൾ റാണിക്ക് തന്റെ മകനെ കുറിച്ച് ഓർമ്മ വന്നു. അവളുടെ കണ്ണുകൾ നിറയുകയും ചെയ്തു. അവൾ തന്റെ കാട്ടിലേക്ക് തിരികെ വരികയായിരുന്നു. അവൾ വന്നപ്പോൾ അവളുടെ കണ്ണുകളെ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ മകൻ തറയിൽ കിടന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ഒരു കുഴപ്പവുമില്ലാതെ മാംസം ഇരുന്ന് കഴിക്കുന്നു. അവന്റെ അടുത്തായി ഷേർഖാനും ബാക്കി എല്ലാ മൃഗങ്ങളും ഉണ്ട്. അയ്യോ, എന്റെ മോനെ എങ്ങനെ ശരിയായി? നീ എപ്പോൾ ഒരു അമ്മയുടെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചു. ഭഗവാൻ നിനക്കതിനുള്ള പ്രതിഫലം തന്നു. നീയൊരു അമ്മയായിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ സിംഹറാണിക്ക് വളരെ സന്തോഷമായി.
പിന്നെ തന്റെ മകന്റെ അടുത്തേക്ക് പോയി അവനെ കൊഞ്ചിക്കാനും തുടങ്ങി. ബാക്കി എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ തുള്ളിച്ചാടാനും തുടങ്ങി. എന്തു പറ്റി അച്ഛാ? അങ്ങെന്താണ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? സിംബ ഷേർ കാര്യങ്ങളൊക്കെ ചാൾസ് ഷേറിനോട് പറഞ്ഞു. ആ മാന്ത്രിക പക്ഷിയെ ഇനി എന്തു ചെയ്യുമെന്ന് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. ഞാൻ ഇനിയും അതിനെ തടഞ്ഞില്ലെങ്കിൽ അത് നിന്നെയും കല്ലാക്കി മാറ്റുമെന്ന് തോന്നുന്നു. ആ മാന്ത്രിക പക്ഷിയെക്കുറിച്ച് എനിക്ക് മുത്തശ്ശൻ ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വിചിത്രം തന്നെ. അത് ആരെങ്കിലും കല്ലാക്കി മാറ്റിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് അപ്രത്യക്ഷമാവുന്നതാണ്. പിന്നെ അവരെങ്ങോട്ടാ പോകുന്നത്? നമുക്കെന്തായാലും ഇതിന്റെ രഹസ്യം കണ്ടുപിടിക്കണം അച്ഛാ. ഹാരി ചെന്നായ സ്വന്തം ഭാര്യ ബ്രൗണിയുടെ കൂടെ രാത്രി സമയത്ത് കാട്ടിലൂടെ ഓടുകയായിരുന്നു. ഓടി എന്റെ കാല് തളരുന്നു. അല്ലെന്ന് നമ്മൾ എന്തിനാ ഓടുന്നത്? കാരണം ഈ പ്രദേശത്തൊരു മാന്ത്രിക പക്ഷിയുണ്ട്. ഇത് കേട്ട് പെട്ടെന്ന് ബ്രൗണി അങ്ങ് നിന്നുപോയി. അവൾ എന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, മാന്ത്രിക പക്ഷിയോ? മനസ്സിലായില്ല എനിക്ക്. ഒരു മാന്ത്രിക മൂങ്ങ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ടത്രേ. അത് ഇവിടെയുള്ള ഓരോ ജീവിയോടും കുഴപ്പിക്കുന്ന ചോദ്യം ചോദിക്കും. അതിനിപ്പോ ഇവിടെ പേടിക്കാൻ എന്താ ഉള്ളേ? അത് ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ ശരിയായി ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ തന്റെ മുമ്പിലിരിക്കുന്ന ആരായാലും അതിനെ കല്ലാക്കി മാറ്റിക്കളയും. കല്ലായി മാറി കുറച്ചു ദിവസം കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും. അതെ, എന്റെ മുഖം നോക്കി നിൽക്കാതെ മനുഷ്യ ഒന്ന് ഓട്. അവരോടി കുറച്ചു ദൂരം എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഒരു പക്ഷിയുടെ ശബ്ദം അവരുടെ കാതുകളിൽ വന്നു. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കണ്ടു കഴിഞ്ഞു. ഇനി ഓടി രക്ഷപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. അവര് രണ്ടുപേരും അവിടെ നിന്നുപോയി. അവര് നോക്കുമ്പോൾ വലിയൊരു മരത്തിന്റെ മുകളിലായിട്ട് ഒരു വലിയ ഉരുണ്ടിരിക്കുന്ന നീല നിറത്തിലുള്ള മൂങ്ങയിരിക്കുന്നു. അതവരെ നോക്കിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് ഈ മൂങ്ങ അവരെ നോക്കി പറഞ്ഞു, ഞാനാണ് ആ മാന്ത്രിക പക്ഷി. ഇനി നിങ്ങൾ ഒരടി മുൻപോട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ കല്ലായി മാറും. ഞങ്ങളെ പോവാൻ അനുവദിക്കേ? തീർച്ചയായും അനുവദിക്കാം. ആദ്യം എൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകുക. എന്തായാലും ഞങ്ങൾ കുടുങ്ങി. എന്നാ നിങ്ങൾ ചോദ്യം ചോദിക്കേ. ശരി, നിങ്ങളുടെ മുമ്പിൽ 2 വനങ്ങളുണ്ട്. ഒരു വനം നിറയെ മാംസം നിറഞ്ഞു കിടക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാട്ടിലാകട്ടെ ഭക്ഷണത്തിന്റെ ഒരു അടയാളം പോലും എവിടെയുമില്ല. ഇതിൽ നിങ്ങൾ ഏത് കാട്ടിലേക്ക് പോവും? ഇത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണല്ലോ. ഞാനാകെ പേടിച്ചു പോയി. തീർച്ചയായും ഞാൻ മാംസം കിട്ടുന്ന കാട്ടിലേക്ക് തന്നെ പോകും. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ഹാരി ചെന്നായും ബ്രൗണിയും കല്ലായി മാറി. നീല നിറത്തിലുള്ള മൂങ്ങ കിരണങ്ങൾ വന്ന് അവിടുന്ന് അപ്രത്യക്ഷമായി. അടുത്ത ദിവസം ബില്ലി മുയൽ ആ വഴി പോകുകയായിരുന്നു. അപ്പൊ ഹാരിയും ബ്രൗണിനെയും കല്ലായ രൂപത്തിൽ കണ്ട് വല്ലാതെ അങ്ങ് പേടിച്ചു പോയി. ഓടിക്കൊണ്ട് സിംബ ഷേറിന്റെ ഗുഹയിലോട്ട് പോയി. എന്തു പറ്റിയില്ലേ? നീ എന്താ ഇങ്ങനെ പരിഭ്രമിച്ചു നിൽക്കുന്നത്? മഹാരാജാവേ, പേടിച്ചതെന്താണോ അതന്നെ സംഭവിച്ചു. നിങ്ങളുടെ അതിഥി കല്ലായി മാറിയിരിക്കുന്നു. നീ പറയുന്നത് ഹാരിയെയും ബ്രൗണിയെയും കുറിച്ചാണോ? അതെ മഹാരാജാവേ, ഞാനിപ്പോ അത് കണ്ടിട്ട് വന്നതാ. എനിക്ക് തോന്നുന്നത് ആ മാന്ത്രിക പക്ഷി അവരെ രണ്ടുപേരെയും കല്ലായി മാറ്റി. ഇനി കുറച്ചു കഴിയുമ്പോ ആ കല്ലും അവിടുത്തെ മാഞ്ഞു പോകൂലേ? ഇത്രയും പറഞ്ഞ് ബില്ലി മുയൽ അവിടെ നിന്ന് പോയി. അങ്ങനെ സിംഹ ഷേർ ഈ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനെ ഇരിപ്പായി. അപ്പോഴേക്കും അവിടെ മോൻ ചാൾസ് ഷേർ അങ്ങോട്ടേക്ക് വന്നു. അവനൊരു യുവാവായിരുന്നു. എന്തു പറ്റി അച്ഛാ? അങ്ങെന്താണ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? സിംബ ഷേർ കാര്യങ്ങളൊക്കെ ചാൾസ് ഷേറിനോട് പറഞ്ഞു. ആ മാന്ത്രിക പക്ഷിയെ ഇനി എന്തു ചെയ്യുമെന്ന് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. ഞാൻ ഇനിയും അതിനെ തടഞ്ഞില്ലെങ്കിൽ അത് നിന്നെയും കല്ലാക്കി മാറ്റുമെന്ന് തോന്നുന്നു. ആ മാന്ത്രിക പക്ഷിയെക്കുറിച്ച് എനിക്ക് മുത്തശ്ശൻ ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വിചിത്രം തന്നെ. അത് ആരെങ്കിലും കല്ലാക്കി മാറ്റിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് അപ്രത്യക്ഷമാവുന്നതാണ്. പിന്നെ അവരെങ്ങോട്ടാ പോകുന്നത്? നമുക്കെന്തായാലും ഇതിന്റെ രഹസ്യം കണ്ടുപിടിക്കണം അച്ഛാ. സിംബ ഷേറിന്റെ മകൻ ചാൾസ് നല്ല ബുദ്ധിയുള്ളവനും മിടുക്കനുമായിരുന്നു. ചാൾസ് ഷേർ ആ മരത്തിന്റെ അടുത്ത് പോയി. അവിടെയാണ് നീല നിറത്തിലുള്ള മൂങ്ങ ഇരിക്കുന്നത്.
താൻ ഈ കാട്ടിലെ രാജാവ് സിംബയുടെ മകനല്ലേ? ഈ കാടിൻ്റെ അടുത്ത രാജാവ്. നീ ഇതുവഴി പോകുന്നവരോടെല്ലാം കുഴപ്പിക്കുന്ന ചോദ്യം ചോദിക്കാറുണ്ടല്ലേ? പിന്നെ അവരെ കല്ലാക്കി മാറ്റാറുണ്ടല്ലേ? നിന്റെ ചോദ്യം എന്താ? എന്നോട് ചോദിക്കേ. അപ്പോൾ നീ യഥാർത്ഥ സിംഹമായി മാറിയല്ലേ? മൂങ്ങ അവനോടും ആ ചോദ്യം തന്നെയാണ് ചോദിച്ചത്. ഹാരിയോടും ബ്രൗണിയോടും ചോദിച്ചത്. മൂങ്ങ ചോദിച്ച ചോദ്യം കേട്ട് ചാൾസ് ഷേർ നല്ല ആലോചനയിലായി. സ്വയം പറഞ്ഞു, ഈ ചോദ്യത്തിൽ എന്തോ രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ ഇതിന് വിപരീത ഉത്തരം നൽകും. വെള്ളവും ഭക്ഷണവുമില്ലാത്ത കാട്ടിലേക്ക് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിന് ഉത്തരം നൽകുന്ന ആദ്യത്തെ മൃഗം നീയാണ്. പക്ഷെ ഞാൻ നിന്നെ മറ്റൊരു വനത്തിലേക്ക് മാറ്റുകയാണ്. മാന്ത്രിക മൂങ്ങ അങ്ങനെ പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. ചാൾസ് ഷേർ അവനെ പിന്നെ കാണുന്നത് വേറൊരു കാട്ടിലായിരുന്നു. ആ കാട്ടിൽ ഒരു പച്ചപ്പ് പോലും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ മരങ്ങളും ചെടികളും ഒക്കെ ഉണങ്ങി വാടിയിരിക്കുകയായിരുന്നു. ആ കാട്ടിൽ ജീവിക്കുന്ന ഒരു പ്രാണിയോ പക്ഷിയോ ഉണ്ടായിരുന്നില്ലായിരുന്നു. ചാൾസ് സ്വന്തമായി പറഞ്ഞു, തീർച്ചയായും ഇവിടെ എന്തോ രഹസ്യമുണ്ട്. അപ്പോ ചാൾസിന്റെ ചെവിയിൽ കുറെ മൃഗങ്ങളുടെ ശബ്ദം കേൾക്കാനിടയായി. ചാൾസ് ആ കേട്ട മൃഗങ്ങളുടെ ശബ്ദത്തിന്റെ അങ്ങോട്ടേക്ക് ഓടാൻ തുടങ്ങി. കുറച്ചേരം കഴിഞ്ഞ് ചാൾസ് ഷേർ ഓടി ഓടി ഒരു ഗുഹയുടെ അടുത്ത് വന്നെത്തി. ചാൾസ് ഷേർ കണ്ടു ആ ഗുഹയുടെ പുറത്ത് ഒരു വലിയ വലയിട്ടിരിക്കുന്നു. ആ വലയുടെ അകത്ത് ചാൾസ് ഷേറിന്റെ കാട്ടിലെ എല്ലാ മൃഗങ്ങളും അതിന്റെ അകത്തുണ്ടായിരുന്നു. കല്ലായി മാറിയ മൃഗങ്ങളൊക്കെ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ചാൾസ് ഷേർ കാണുന്നത് ഹാരി ചെന്നായും ബ്രൗണീനെയും. ഞങ്ങൾ എവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകൂ. എന്നെയും കൂടെ. ചാൾസ് ഷേർ അവന്റെ തല കൊണ്ട് ആ വല മുറിക്കാൻ നോക്കി. അപ്പോൾ പെട്ടെന്ന് ചാൾസ് ഷേർ അപ്രത്യക്ഷമായി ഒരു തടാകത്തിൽ ഒരു നീല നിറത്തിലുള്ള കഴുകന്റെ അടുത്ത് എത്തി. ഇതെന്ത് രഹസ്യമാണ്? ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഇതൊരു മാന്ത്രിക കാടാണ്. നിന്റെ കാട്ടിലെ പ്രാണികളെ നിനക്ക് രക്ഷപ്പെടുത്തണമെങ്കിൽ കുറച്ച് ദൂരെയുള്ള ഒരു ഗുഹയില് നീ പോകേണ്ടി വരും. ഗുഹയോ? ഏത് ഗുഹ? ആ ഗുഹയുടെ അകത്ത് ഒരു മാന്ത്രിക കുറുക്കനുണ്ട്. അതിനെ നീ കൊല്ലേണ്ടി വരും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അതിനെ കൊല്ലാൻ അത്ര എളുപ്പമൊന്നുമല്ല. അത് മരിച്ചാൽ അതിന്റെ രഹസ്യം എനിക്കറിയാം. അത് മരിച്ചാൽ എല്ലാം ശരിയാകും. നീ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം നിനക്ക് കിട്ടും. എങ്കിൽ ശരി, എന്നെ ആ ഗുഹയുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ. നീലക്കഴുകൻ ആ ഗുഹയിലോട്ട് ഓടാൻ തുടങ്ങി. ചാൾസും അതിന്റെ പുറകെ തന്നെ ഓടാൻ തുടങ്ങി. കുറച്ചേരം കഴിഞ്ഞ് ചാൾസ് ഒരു ഗുഹയുടെ അകത്ത് വന്നെത്തി. പിന്നെ ഒരു കുറുക്കൻ കണ്ണടച്ചുകൊണ്ട് ആ ഗുഹയുടെ അകത്ത് ഇരിക്കുകയായിരുന്നു. അവസാനം ഭവിഷ്യവാണി പോലെ തന്നെ നീ ഇവിടെ വന്നെത്തി. എന്ത് പ്രവചനം? ഭവിഷ്യവാണി അനുസരിച്ച് സിംഹ ഷേറിന്റെ മകൻ ഇവിടെ വരുമെന്നുണ്ടായിരുന്നു. എന്നെ വന്ന് കൊല്ലും. സത്യം പറ, നീ ആ മാന്ത്രിക പക്ഷി ചോദിച്ചതിന്റെ ഉത്തരം തിരിഞ്ഞല്ലേ പറഞ്ഞത്? വിട്ടുതരം പറയരുത്. എന്റെ കാട്ടിലെ മൃഗങ്ങളെല്ലാം വിട്ടയക്ക്. നീ ഇവിടെ വന്നത് ശരി, തിരിച്ചു ജീവനോടെ പോകുമെന്ന് വിചാരിക്കണ്ട. നീ പെട്ടെന്ന് അതിന്റെ കഴുത്തിൽ ആക്രമിക്ക്, എന്നാലേ അത് മരിക്കുകയുള്ളൂ. ചാൾസ് ഷേർ ഒന്നും ആലോചിക്കാതെ തന്നെ ആ കുറുക്കന്റെ കഴുത്തിലേക്ക് അങ്ങ് ആക്രമിച്ചു. കുറുക്കൻ അപ്പ തന്നെ മരിച്ചുപോയി. അടുത്ത നിമിഷം തന്നെ ചാൾസ് ഷേർ മാന്ത്രിക മൂങ്ങയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്നൊരു ശബ്ദം കേട്ട് ആ മരം അപ്രത്യക്ഷമായി. എന്നിട്ട് അവിടെ സുന്ദരമായ തടാകം പ്രത്യക്ഷപ്പെട്ടു. നീല നിറത്തിലുള്ള മൂങ്ങ സുന്ദരിയായ ജലദേവതയായി മാറിയിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? നോക്ക്, ഞാനൊരു ജലദേവതയാ. ഈ തടാകം കണ്ടോ നീ? ഈ തടാകത്തിന്റെ അകത്ത് വേറൊരു കാട്ടിലേക്ക് പോകാനുള്ള വഴിയുണ്ട്. അത് വേറൊരു ലോകമാണ്. ഞാൻ രണ്ടിടത്തും താമസിക്കും. നീ ഒരു കുറുക്കനെ കൊന്നില്ലേ? അതൊരു മന്ത്രവാദിനി ആയിരുന്നു. അവളുടെ ശക്തി കൊണ്ട് അവൾ എന്നെ ഒരു മൂങ്ങയായി മാറ്റി. എന്നിട്ട് എന്റെ അമ്മേനെ ഒരു നീല കഴുകനായി മാറ്റി. പക്ഷേ എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത്? നിന്റെയും എന്റെയും പച്ചപ്പുള്ള ഈ കാടിനെ കൈയെടുത്താൻ
അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പച്ചപ്പുള്ള കാട് ഉണങ്ങി വരണ്ടു പോയിരുന്നു. നീ അതിനെ കൊന്നില്ലായിരുന്നെങ്കിൽ കുറച്ചു കഴിഞ്ഞ് നിന്റെ കാടും ഇതുപോലെ ഉണങ്ങി വരണ്ടു പോയേനെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് സഹായം ചോദിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് കാട്ടിലെ മൃഗങ്ങളെ കല്ലാക്കി മാറ്റിയത്? അതെന്റെ നിവൃത്തികേടായിരുന്നു. ഞാൻ അതിന്റെ വശത്തിലല്ലായിരുന്നു, അതാ. പക്ഷെ എന്നോടൊരു സാധു പറഞ്ഞിരുന്നു, എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഏതെങ്കിലും ഒരാള് തിരിഞ്ഞു പറഞ്ഞാൽ അവനായിരിക്കും നല്ല ബുദ്ധിയുള്ളതും നല്ല മനസ്സുള്ള ആളും. ഭവിഷ്യവാണി അനുസരിച്ച് ആ കുറുക്കനെ കൊല്ലാൻ അതിന് മാത്രമേ പറ്റുകയുള്ളൂന്നോ. അപ്പോഴേക്കും അവിടെ നീലക്കടുകൻ എത്തി. അതും നല്ല സുന്ദരിയായ ഒരു ജലദേവതയായി മാറി. ആ ദേവത സ്വന്തം മാന്ത്രിക വഴിയെടുത്തൊന്ന് കറക്കി. അപ്പോഴേക്കും തന്നെ ചാൽഷറിന്റെ കാട്ടിൽ നിന്നും പോയ മൃഗങ്ങളൊക്കെ തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. നിന്റെ കാട്ടിലെ ഏതൊക്കെ മൃഗത്തിനെയാണോ ഞാൻ കല്ലായി മാറ്റിയത് അവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് 2 ജലദേവതയും ആ തടാകത്തിന്റെ അകത്ത് പോയി. എല്ലാരും കാട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി.